ആ നിൽക്ക് എനിക്ക് നിങ്ങളോട് രണ്ടാളോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് അവിടെ ഒരുപാട് നേരം നിൽക്കാനും പറ്റില്ല. എനിക്ക് എന്തായാലും പേരെ പോകണം. നിങ്ങളിത് ഇങ്ങനെ എന്തേലും വന്നതിൻ്റെ അന്ന് പോലെ നിങ്ങൾ പോകണമെങ്കിൽ പോകണം. ഇവിടെ ആരും പിടിച്ചെടുത്തതാണ്. അവിടെ വന്നിക്കണമെന്നുണ്ടെങ്കിൽ അതേമാതിരി തിരിച്ചു പോകാൻ എനിക്കറിയാം. ജിന്നെ പഠിപ്പിക്കാൻ കേട്ടാ. അറിയാമെങ്കിൽ നിങ്ങൾ പോ. നിങ്ങൾ ഇവിടെ നിന്നിട്ട് വരാൻ വലിയ കാര്യമൊന്നുമില്ല. ഞാനേ ഷെഫാണ്, ഷെഫ്. ഇജ്ജ് വെറും സപ്ലയറും. ജിന്റെ തലേ കയറി വല്ലാതെ നിരങ്ങാൻ നിൽക്കണ്ട. கொஞ்சம் அமைதியா இருக்கீங்களா? ஹோட்டல்ல இருந்து ஆரம்பிச்ச சண்டை, வர வழியில சண்டை, அங்கேயே சண்டை, இங்கேயே சண்டை. அங்க சின்னனா இருக்காரு, வந்து பேசலாம் வாங்க. ഞാനാണ് ഇങ്ങനല്ലേ ഒരു വെള്ള തോർത്തും ഉണ്ടും. അല്ലെങ്കിൽ വൃത്തിയുള്ള പറ്റില്ലല്ലോ. இத பாருங்களேன், இத பாருங்களேன். அங்க இருந்து ஆரம்பிச்ச சண்டை இப்பவும் முடியல. சண்டை சண்டை இல்ல, சண்டை சண்டை. ഇവങ്ക രണ്ടുപേരും தான். നിങ്ങൾ മൂന്നുപേരും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് അവിടെ ഫിനിഷിംഗ് നടക്കുകയല്ലേ? എന്തോന്ന് കനകം ഇത്? அங்க நிக்கவே முடியல அண்ணா, சண்டை போட்டுட்டு. ഞാനല്ല ഇങ്ങനെയാണ്. കനാന്റെ ഹായ് കേസു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണ? நல்லா இருக்கேன்ப்பா. വിശേഷം ചോദിക്കാൻ പറ്റിയ സമയം. എന്താണ് പ്രശ്നം? ഇങ്ങനെ പോകണമെന്ന്. എന്തോന്നാണ് കുഞ്ഞിക്ക? ഹോട്ടൽ തുടങ്ങിയില്ല, അതിന് പോണെന്ന് പറഞ്ഞാല് லெச்சு நல்லா இருக்கியாப்பியா? സുഖം. என்ன ஹோட்டல் பக்கம் ஒன்றும் வரவே இல்ல? നിങ്ങൾ വിശേഷം ഒന്നും ചോദിച്ചോണ്ടിരിക്കാതെ കാര്യം പറയാൻ കേളുങ്ക. എന്തോന്ന് കുഞ്ഞിക്ക? ഞാനല്ല വരണ്ട്. ജല്ലട കൂട്ടി കൊണ്ട് പറഞ്ഞു കൊടുക്കണോ? சின்னண்ணா இத பாருங்களேன், அங்கேயும் சண்டை, வர வழியிலே சண்டை, எல்லா இடத்துலயும் சண்டை. എന്തോന്ന് കുഞ്ഞിക്ക? നിങ്ങൾ പറയുന്ന ശമ്പളം മുഴുവൻ തരയല്ലേ? കുഞ്ഞിക്കല്ല ചങ്ങായ, കുഞ്ഞാക്ക. ഇപ്പൊ അതാണ് വലിയ കാര്യം. എന്റെ പൊന്ന് കുഞ്ഞാക്ക, നിങ്ങളുടെ പ്രശ്നം എന്തെന്ന് പറയാതെ. ഇരിക്ക് പോണോ? അല്ല, ഇതിപ്പോ എന്തായാലും ഇത്ര ആയില്ല. എന്തായാലും നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ കട നമുക്ക് അങ്ങ് തുടങ്ങാം. അങ്ങനെ തുടങ്ങാറൊരു കാര്യം, നിങ്ങളോട് ഡേറ്റ് കാണണോ? ഇന്ന മലപ്പുറത്തും കോഴിക്കോടുന്നൊക്കെ ബിരിയാണി വെക്കാൻ വിളിക്കണ്ടേ കല്യാണ പരിപാടിയില്? പിന്നെ ഇയാളില്ലെങ്കിൽ മലപ്പുറത്തും കോഴിക്കോടും ബിരിയാണി വെക്കൂല ആരും. പോവത്തള്ള എന്റെ പൊന്നാര മുത്തുമണിയാളെ, ഈ അവലക്ഷണം പിടിച്ച ചങ്ങാനും ഒഴിവാക്കി തരും നിങ്ങളത്. എന്നാ തന്നെ പകുതി പരിപാടി തീരൂ. അവലക്ഷണം പിടിച്ച തന്റെ പറഞ്ഞു വിടുകയാ. എന്താണ് എന്ത് ഓക്കെ? കുഞ്ഞാക്കാക്ക് ബിരിയാണി വെക്കാൻ മാത്രമല്ല അറിയാം, അന്നെ പോലത്തെ ഞാനെന്താണ്ടല്ലോ അടിച്ച് നിലപ്പറിക്കാൻ. ഞാൻ ഇയാളെ പറഞ്ഞു വിടുക. എന്തൊരു കുഞ്ഞാക്ക, എന്തൊരു എന്റെ പൊന്നണ്ണ, നിങ്ങൾ നിർത്ത്. ഓ ചിലക്ക് നോക്ക്. ഇയാൾ പറഞ്ഞു വിടും. വന്നതിന്റെ അന്ന് തുടങ്ങിയതാണെങ്കിൽ பாருங்க அண்ணா, அங்கே போடாத சண்டை போடாம இங்கே வந்து சண்டை போடுறாங்க. കേട്ട് അയാളെ തടയണ്ട, ഇങ്ങോട്ട് വിട്. അയാൾക്ക് കോഴിക്കോട് മലപ്പുറത്തും കിട്ടാത്ത നല്ല ഇടി ഇവിടുന്ന് உன்னிக்குட்டா பேசாம இரு. കുഞ്ചിക്ക ആരാ കുഞ്ചിക്കണ്? ജാട്ടി കുഞ്ചിച്ചോനെ. ஓ, நீங்க உள்ள வாங்க, உள்ள வாங்கன்னு. ഞാൻ വരില്ല, എനിക്ക് ഈ ശീലമൊന്നുമില്ല. എല്ലാ പേരെയും തെണ്ടി തിരിഞ്ഞടക്കണേ. இப்ப நான் சொல்றத கேளுங்க, நீங்க உள்ள போங்க. வாங்க நீங்க. നിങ്ങളെ വീട്ടിലേക്കാണ് വിളിക്കണത്. നിക്കണ അതാ പോണാ? മാമാ, തമ്പിനും ബില്ലിനും അടുക്കാത്ത ഐറ്റങ്ങളാണല്ലോ. ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ കിടന്ന് ഇങ്ങനെ അടി ഉണ്ടാക്കാൻ പറ്റൂല. ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒന്നും തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വീണ്ടും അത് കയറി പറയണം. ശ്രീ വിളിച്ചോണം, വീണ്ടും അത് പോ. കയറിപ്പോയി അകത്തോട്ട് നടക്കുന്നാല്. வாங்க உள்ள. നമ്മള് വേറെ കുക്കിനെ നോക്കി വെച്ചോ. വരണം ഇരിക്കണം. ഇരിക്കാനും നിൽക്കാനും നേരമൊന്നുമില്ല, എനിക്ക് പോകണം. ഇരിക്കണം, അങ്ങോട്ട് ഇരിക്കണം. നേരൊക്കെ ഇരിക്കാൻ വയ്യെങ്കിൽ നിൽക്കട്ട്. ഇരുന്നിട്ട് ഇപ്പം എന്തിരി ഇരിക്കണം അങ്ങോട്ട്. മാമന്റെ സഹായികൾ രണ്ടുപേരും ഇങ്ങനെയാണെങ്കിൽ കട എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഞാൻ അങ്ങോട്ട് പോവാണ് മലപ്പുറത്തേക്ക്. എനിക്ക് കോഴിക്കോട് കാസർഗോഡ് നിന്നൊക്കെ വിളി തന്നിട്ട്. അങ്ങ് ചെന്നാ മതി. ഇപ്പൊ അങ്ങ് വിളിച്ചോണ്ട് പോകും. തള്ളാൻ എന്റെ പൊന്ന് ഉണ്ണിക്കുട്ട അണ്ണ, നിങ്ങളൊന്നും മിണ്ടായിരിക്കണുണ്ടോ? കുറെ നേരല്ല. ഇങ്ങനെ തന്നെയാണ് കേശോ, വെറുതെ വർത്താനം പറഞ്ഞു കൊടുക്കും. உங்களுக்கு ஒன்று தெரியுமா, இவங்க இப்படி எல்லாம் பேசுவாங்க. ஆனால் நம்ம கடையில் வேலையெல்லாம் முடிச்சுட்டு 2 பேருமா வாக் போவாங்க. എന്നിട്ട് டீ குடிச்சிட்டு தான் வருவாங்க. அதுக்கப்புறம் நம்ம கடையில் ஃப்ரெண்டில் உட்காந்து அரட்டை அடிப்பாங்க. தெரியுமா சின்னண்ணா? എന്നിട്ട് ஜோக்கெல்லாம் சொல்லி சிரிப்பாங்க. ജോക്ക്. അത് കൊള്ളാം കേട്ടാ. രാവിലെ മൊത്തം അടി ഇടിയും, വൈകിട്ടാകുമ്പത്തിനാ കൂട്ടുകാര്. ഞങ്ങൾക്ക് എന്തെങ്കിലും നേരം പോക്കുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോഴേ ബിരിയാണി ഉണ്ടാക്കി തരണേ. പിന്നെ എൻ്റെ കുട്ടി അങ്ങോട്ട് പോരി. മോക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ഈ കുഞ്ഞാക്ക വെച്ച് തരും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. കുഞ്ഞാക്ക വെച്ച ബിരിയാണി ഒരിക്കൽ കഴിച്ചാൽ പിന്നെയും കഴിക്കും. ചുമ്മയാണ്. ഇന്നാളെ അവിടെ ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കി. പറയണ പോലെ ഒന്നുമില്ല, അവരും തള്ളാണ്. ആവറേജ് അത്രേ ഉള്ളൂ. വേണ്ടട്ടോ മോനെ, ഇതിന്റെ ബിരിയാണിയുമ്പോൾ തൊട്ട് കളിക്കാൻ നിൽക്കാം. പിന്നെ വീട്ടില് അല്ല, ഹോട്ടലില് കിച്ചൺ എങ്ങനെ സെറ്റായ? അത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചോദിച്ചാൽ മതിയോ? നിങ്ങൾക്ക് രണ്ടാം കൂടെ ഒന്ന് വന്നു നോക്കി കൂടെ അവിടെ? ഇന്നലെയും കൂടെ ഞാൻ പറഞ്ഞോളൂ, അങ്ങോട്ട് പോയിട്ട് 2 ദിവസമായെന്ന്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞോളി. എന്നാലും അങ്ങോട്ട് വരണ്ട. ആരെ വെറുതെ വിടൂല.
நீங்கள் எல்லாரும் பேசிகிட்டு இருக்கீங்கல்ல, நான் போயிட்டு ஒரு காஃபி போடவா? അയ്യോ ആൻറ്റി കാപ്പിപ്പൊടിയില്ല. பரவாயில்ல, டீ போடலாமா? പാലില്ല. அப்போ என்ன பண்ண? കട്ടനിടാം. ഞാൻ വേണമെങ്കിൽ കട്ടനിട്ടുകൊണ്ട് വരാം. ആരും ഒന്നും വേണ്ട, ഞാൻ പോയി ഇടാം. ചേച്ചി എനിക്കൊരു കട്ടൻ ചായ. അത് ഇടാനല്ലോടോ പോയത് ചങ്ങായി, എൻ്റെ കട്ടൻ ചായ എന്ന് പറയും. എന്തായാലും മാമൻ ഈ പരിപാടിയിലോട്ട് നല്ല കാശ് ഇറക്കിയിട്ടുണ്ട്. എല്ലാരും കട്ട കേൾക്കണമുണ്ട്. കട്ടയ്ക്ക് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നിന്ന് പറഞ്ഞാൽ പോരാ, കളത്തിലിറങ്ങണം. ഇവിടെ വെറുതെ എങ്ങനെ ഇരുന്നാൽ നടക്കുമോ? വരും, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. എന്നിട്ട് അങ്ങോട്ട്. ഇവിടെ ഇരുന്നാലും എന്താ? അവിടെ നല്ല കാറ്റുണ്ട്. ഇവിടെ ഫാനുണ്ടല്ലോ. ഫാനുണ്ട്, പക്ഷെ കാറ്റ് കുറവ്. അത് മതി. എന്തെങ്കിലും പറഞ്ഞാൽ തലകുത്തനെ പറയും. ഏ എന്തെങ്കിലും പറഞ്ഞാൽ തലകുത്തനെ പറയുന്നു. മോള് തർക്കടില്ലല്ലോ. എന്ത് വിലക്ക് വേണിക്കുന്ന? ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. എന്ത് പ്രത്യേകത? നമ്മൾ വിളിക്കാതെ തന്നെ നിങ്ങളൊക്കെ എങ്കേറി വന്നില്ലേ? അപ്പോൾ നമുക്കിന്ന് ബിരിയാണി വെച്ചാലോ? അത് വേണം, അത് ഇന്നൊന്ന് പരീക്ഷിക്കാനുള്ള പരിപാടി. അല്ലല്ല, നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും വെച്ചാൽ എന്താ പറഞ്ഞത്? ബിരിയാണി വെക്കാം. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി. അത് ബിരിയാണി ഏത് വേണമെങ്കിലും വെക്കാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണ്ടി വരുന്നു? അത് നല്ല അരിയാണ് വേണ്ടത് ബിരിയാണിക്ക്. சின்ன அரிசியா பெரிய அரிசியா? ചിന്ന ചെറുത്, ചെറുതാ വേണ്ടത്. അത് ടേസ്റ്റ് കൂടും. പിന്നെ അതിലേക്കുള്ള നെയ്യ് നല്ല അസൽ നാടൻ നെയ്യിൻ്റെ വേണം, സവാള വേണം, ഉള്ളി വേണം, പിന്നെ ഇഞ്ചി വേണം. ഗ്രാമ്പൂ, മറ്റേ പുതിന, മല്ലിയില, അങ്ങനെ കുറെ സാധനം വേണം. ഞാനിവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടാ. സപ്ലയർ നിൽക്കണോടത്ത് നിന്നാൽ മതി. വെറുതെ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് പറഞ്ഞൂടെ? എന്ത്? ആഹാ, നെജ്ജാട്ട് വെച്ചാ ബിരിയാണി അത് ഞാൻ വയ്ക്കും അടിപൊളിയായിട്ട് തന്നെ. പിന്നെ ഞാൻ എന്തിനാ അവിടെ ഈ പണിക്ക് എന്നല്ലേ? ഉണ്ണിക്കുട്ട, ഒരു കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ സംസാരിക്കാൻ നോക്കണു ഇയാൾ. നിങ്ങള് ഇവരെ വെച്ചിട്ടാണ് കടയിൽ ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. നോക്കിയോ? നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. നീ ഇവിടെ ഇരി, ഇവിടെ പാ. ഞാൻ അങ്ങോട്ട് വരിക. ബിരിയാണി ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങൾ പറയും, ഞാൻ പോയി. உன்னிக்குட்டா, எதுக்கு நீங்க உடக்கம் எல்லாம் சொல்லணும்? പിന്നെ അതിന് അയാൾ എന്തെങ്കിലും പറഞ്ഞാലും എടുക്കും. அவங்க ஏதா சொல்லட்டுமே, உங்களுக்கு என்ன சும்மா இருக்க கூடாதா? ഞാൻ ചുമ്മാ തന്നെ ഇരിക്കണം. അങ്ങേരാണ് ചുമ്മാ അവിടെ നെല്ലുമുണ്ടാക്കണം. അല്ല ബിരിയാണി ரெண்டும் சேம் தான், ஒன்றும் சொல்ல வேண்டாம். നിങ്ങൾ എന്തോ നോക്കണത്? അല്ല നിങ്ങളെ നോട്ടം കൊണ്ടാ തോന്നുന്നു നിങ്ങൾ മുമ്പ് ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ചങ്ങായ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ടാണ് നോക്കണത്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ടല്ലേ നോക്കണത്. കുഞ്ഞിക്കോ? കുഞ്ഞാക്ക. ഓ കുഞ്ഞാക്ക, ഇക്ക. ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാലേ, നമ്മുടെ കടയിൽ വൈകിട്ട് 4 മണിക്ക് ഈ ചായയുടെ ടൈമില്ലേ, കടി വെറൈറ്റി സാധനം വേണം. കോഴിക്കോടുള്ള സാധനം ഇറങ്ങണം. ഇഷ്ടം പോലെ ഈ ഉന്നക്കായ. ഉന്നക്കായ മാത്രമൊന്നല്ല, കല്ലുമ്മക്കായ, മുട്ടപ്പത്തിരി, മുട്ടമാല, മുട്ട സുർക്ക, മാലേ, ചട്ടിപ്പത്തിരി, എന്തെല്ലാം ഐറ്റംസ് കഴിച്ചിട്ടില്ലല്ലോ. അതൊക്കെ വേറെ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാന്ന്. ഞാനില്ല ഇവിടെ. അതെ, ഇതങ്ങ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ. ആ ഉണ്ടാക്കുമ്പോൾ കോഴിക്കോടൻ രുചി കിട്ടണം. വെറുതെ എന്തെങ്കിലും ഉണ്ടാക്കി കളഞ്ഞിട്ട് കാര്യമില്ല. ചെങ്ങായി കേട്ടില്ലേ, നെഗറ്റീവ് അടിക്കുന്നുണ്ടോ? നെഗറ്റീവ് അല്ല, കാര്യം പറഞ്ഞാണ്. ഒന്ന് നിർത്തി അങ്ങയ്യേ. ഇൻ്റെ കൈ കൊണ്ട് ഒരു ഉപ്പും മുളകും ഉള്ളിട്ടാലും അതിനൊരു കൈപ്പുണ്യാണ്. അത് ബൻ അറിയില്ല. ഉപ്പും മുളക് ഉണ്ടാക്കണ നിങ്ങളല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടോ, എന്ത് പറഞ്ഞാലും. എന്താ ചേട്ടാ? ചായ. ഞാനിങ്ങനെ ആലോചിക്കുക, ഈ ഉണ്ണിക്കുട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ നമുക്ക് കൈ വന്ന് പോവും. നോക്ക്, അതെ എന്റെ കയ്യിൽ ചൂട് ചായ ഇരിക്കണം. ഞാൻ തലേ കൂടെ ഒഴിച്ചു തരും. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ ഒഴിക്കും. ഹലോ, നമുക്ക് ചായ കുടിക്കാനാകുന്നത്, ഒളിച്ചു കളിക്കാനല്ല. ஓகேப்பா, ஓகே ஓகே ஓகே. ஆமாம் ஆமாம் ஆமாம். ചേച്ചി അച്ഛനെ വിളിച്ചാ? ஆமாம், அப்பா தான் கூப்பிட்டாரு. உங்களுக்கு ஒன்று தெரியுமா, என்னை பார்க்காம அவர் இருக்கவே மாட்டார். நான் ஸ்கூலில் படிக்கிறச்ச என்னோட பெரியப்பா வந்து திருநெல்வேலிக்கு என்னை கூட்டிகிட்டு போவார். அப்போ நான் 2 months சொல்லிட்டு தான் போவேன். ஆனால் என்னோட அப்பா இருக்காருல்ல, அன்னைக்கு ஈவினிங் அல்லைன்னா நெக்ஸ்ட் டே மார்னிங் அப்படியே வந்து கிளம்பி வந்து நிற்பார். என்னை பார்க்காம இருக்கவே முடியாது. இப்போ பாவம்ல. ഇത് കനക കുട്ടി എങ്ങനെയാണെങ്കിലും അച്ഛനെ കൊണ്ട് ഒപ്പം കൂട്ടിക്കൂടെ? നിങ്ങളിങ്ങനെ രാവിലെയും വൈകുന്നേരം അവിടെ പോയിരുന്നു? சூழ்நிலை அப்படி. തിരിച്ച് சூழ்நிலைனா அந்த சிச்சுவேஷன் அப்படி. ആരുണ്ടാക്കിയ കട്ടൻ ചായ? ഞാനാ. ഇങ്ങനെയുണ്ട് കുഞ്ഞിക്ക? സൂപ്പറാണ്. പഞ്ചസാര കൂടുതലാ. ഉള്ള ചായപ്പൊടി മൊത്തം ഇട്ടില്ലേ? ഒരാൾ വരുമ്പോൾ എങ്ങനത്തെ ചായ ഉണ്ടാക്കി കൊടുക്കണോ? കുഞ്ഞാക്ക, അല്ല കുഞ്ഞാക്ക,
ഇക്ക ഇതിന് മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തും ഇതേപോലെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഭയങ്കര കമ്പനിയായിരുന്നു. സത്യം പറഞ്ഞൊരു സങ്കടം ഉണ്ടാവില്ലേ, പോരുമ്പോ ഒപ്പമുള്ള ആൾക്കാരൊക്കെ കെട്ടിപ്പിടിച്ച് കരയും. കെട്ടിപ്പിടിച്ചിട്ട് പറയും മേലെ ഇങ്ങോട്ട് വരല്ലെന്ന്. അതാണ് പറയണത്. എടോ ഈ ചങ്ങാനൊന്ന് ഒഴിവാക്കി തരുമോ, എന്നാലും ഈ ഹോട്ടലിൽ കച്ചവടം നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോകും. എന്തിനാണ് ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ? വേണ്ട, കുറെ നാളായി നിങ്ങളിത്. നിങ്ങളെ പ്രായം നോക്കിയിട്ട് ഞാൻ നിങ്ങളുടെ ഒന്നും മിണ്ടായിരിക്കണം. ഗൗരി ചേച്ചി, ശ്രീകുട്ടൻ്റെ മനസ്സിലാവും ഹോട്ടൽ തുടങ്ങുമ്പോൾ ഇയാളെ കുക്കാക്കിയതിൻ്റെ അനുഭവം നോക്കൂ. വേറെ ആളെ കിട്ടാത്ത പോലെ ഒരു കുക്ക്. അത് ശ്രീകുട്ടന് മനസ്സിലാവും ശരിക്കും. കച്ചവടം നടക്കട്ടെ, ആരെ ഓടിക്കണമെന്ന് കാണാം നമുക്ക്. ആര് മാറുമെന്ന് കാണാം. കാണാം. ഇതെന്തോന്നത്? നിങ്ങക്ക് സംസാരിച്ച് മതിയായില്ലേ? ഇനിയും സംസാരിച്ച വായി തന്നെ ചോരയും വരും. ആരെ വൈകുന്നേരം ചോര വരുമെന്ന് കാണാം നമുക്ക്. ഓ சின்னண்ணா ഇതാ ആലോചിക്കണ. இல்லை, நான் சும்மா நினச்சிட்டு இருந்தேன். நான் முதல்ல இங்கே வந்தது, பாலு அண்ணா கூட பேசினது, இங்கே நாங்கள் ஓணம் செலிப்ரேட் பண்ணினது, ஊஞ்சலில் ஆடினது, எவ்வளோ ஜாலியாக இருந்தது தெரியுமா அந்த டைம் எல்லாம் நினச்சிட்டே இருந்தேன். நீங்கள் அந்த டைமில் கல்ஃபில் தானே இருந்தீங்க? ஆமாம் ஆமாம். உங்கள் மேரேஜ் வந்து லவ் மேரேஜ் தானே? நீங்கள் அப்படி இது இப்போ நோக்கமா இதுக்கு ஜோதிஷமா? இல்லை, எனக்கு தெரியும். கரெக்டு தானே நான் சொன்னது? கரெக்ட் தானே? கௌரி வந்து ரொம்ப நல்ல பொண்ணு தெரியுமா? எல்லா விஷயத்தையும் நல்லா கவனிப்பா, அப்படி ஸ்மார்ட்டாக இருப்பா. என்ன சொல்ல, நீங்கன்னா அவளுக்கு உயிர். அப்படி அப்படி எனக்கு சொல்லுவார் உயிர் உயிர். எனக்கு அவளைன்னா ரொம்ப பிடிக்கும். ஆமாம். அது என்னன்னா, நான் இந்த கல்ஃபில் போனதுக்கு முன்னாடி இந்த கிருஷி குடும்பம் இந்த மாதிரி நினச்சி தான் இருந்தது. வீட்டில் அப்பா அம்மா கூட அப்படி. அதுக்கப்புறம் என்ன சொல்லுவார், கல்ஃபில் போயதுக்கப்புறம் கிருஷி மட்டும் போதும் அப்படின்னு நினச்சி. ஆனால் திரும்பி வந்து கிருஷியில் சஜீவனா திரும்பி வந்துட்டு கிருஷியில் புரியுது எனக்கு. கிருஷி மட்டும் தானே நினச்சி வந்தது. அப்போதான் அவங்க பார்த்தது அப்படியே அந்த ட்ராக்கில் வீணு. ஜீவிதம் அப்படியே மறைஞ்சு. ஆமாம் அண்ணா, நம்ம நினைக்கிற மாதிரி இல்லை. லைஃப் வந்து அப்படியே மாறி நல்ல லைஃப்னா ராசி வேணுமண்ணா. உங்களுக்கு ஒன்று தெரியுமா, நான் ரொம்ப ராசி கெட்ட பொண்ணண்ணா. அப்படியா? எதுனாலனா, எனக்கு 3 வயசு இருக்கிறச்ச என்னோட அம்மா இறந்துட்டாங்க. என்னோட அப்பாட்ட எல்லாரும் சொன்னாங்க ரீமேரேஜ் பண்ணிக்கோன்னு. அவரும் கேட்கல. நானும் அப்பாவுமா அப்படியே லைஃப் போயிட்டே இருந்தது, நல்லா போயிட்டு இருந்தது அண்ணா. ஆனால் இப்போ இப்படியெல்லாம் ஆகும்னு கண்டிப்பாக நான் எதிர்பார்க்கல. அதான் நான் சொன்னேன், ராசி இருந்தால் மட்டும்தான் நல்ல லைஃப். ஆமாம். நான் எல்லாம் அறிஞ்சு கனகம் கூட எல்லாம் அழியணும் உனக்கு நல்லது மட்டும்தான் நினச்சி தான் எல்லாம் செய்திருக்கு. ஆமாம் அண்ணா, எனக்கு தெரியும். பாலு அண்ணா வந்து எனக்கு நல்லது தான் பண்ணியிருக்காரு. ஆனால் இப்படியெல்லாம் ஆனது அதுதான் என் தலைவர்க்கு. அவ்வளோதான். நல்ல கனகம் சொல்லுங்க அண்ணா. அழுகாது கனகம் அப்படி யோசிக்க வேண்டாம். நீ எப்படி கனகம் ஒற்றைக்கு ஒரு ரீமேரேஜ் கூட திங்க் பண்ணலாமே. ஐயோ வேண்டாம் அண்ணா, சின்னண்ணா அதை சொல்லவே வேண்டாம். எனக்கு நினச்சாலே பயமாக இருக்குது. இனி நான் திருப்பி ரீமேரேஜ் பண்ணி ஏதாவது ஒன்று ஆச்சுன்னா கண்டிப்பாக நான் சொல்கிறேன், நான் உயிரோடு இருக்க மாட்டேன். கனகம் அழுகாது கனகம். நீங்கள் நம்ம குடும்பத்தை ஒரு அங்கம் மாதிரி. கனகம் சொல்லுங்க சின்னண்ணா. எப்போ வேணாலும் இங்கே வரலாம் கனகத்து. கண்டிப்பாக. கௌரி ചേച്ചി, കനകം കനവിനെ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് ആലോചിച്ച് കരഞ്ഞുകൊണ്ട്. കനവൊന്നും കഴിക്കുന്നില്ലേ?
ஐயோ வேண்டாம்ண்ணா அவங்க 2 பேரையும் கூட்டி ஹோட்டல்ல போகணும். அவங்க சண்டை போட்டுட்டு இருப்பாங்க. நான் போகவா? ஐயோ ஞாபகம் இல்லை. കനകം പാവമാണ്. അതെനിക്കറിയാം. ജീവിതത്തിൽ കുറേ സങ്കടങ്ങൾ അനുഭവിച്ച കുട്ടിയാണ്. അതും എനിക്കറിയാം. ശരിക്കും നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ തോന്നുന്നല്ലേ? എനിക്കത്ര വലിയ അടുപ്പമൊന്നും തോന്നണില്ല. അപ്പൊ പിന്നീട് തോന്നുമായിരിക്കും. ആയിരിക്കും. കനകമേ, എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് കരഞ്ഞ്. ഞാനും അങ്ങ് അറിയാതെ സങ്കടം വന്നു. പിന്നെ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയായിരുന്നു ഞാൻ. കരയണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിൽ ചോദിച്ചില്ലല്ലോ. ആശ്വസിപ്പിക്കായിരുന്നു പറഞ്ഞ ചോദിച്ചില്ലല്ലോ. എനിക്ക് കനക തന്നെ പോലെ തന്നെ തന്നെ പോലെ എൻ്റെ മനസ്സിൽ താനാണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ? ആയിരിക്കും. ആയിരിക്കുമല്ല അല്ലേ? പിന്നെ അപ്പം ഞങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് കൂടുതൽ ഇത് കുട്ടി ഇങ്ങനെ അവർ സങ്കടങ്ങളിങ്ങനെ പറഞ്ഞ് ഓരോന്ന് ഇത് ചെയ്തപ്പോഴത്തേക്ക് അങ്ങോട്ട് ക്ലിയർ ആവണല്ല. കനക ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ പറയുമായിരുന്നു. എന്തോന്ന് പറയണേ? സംസാരിച്ചിട്ടേ ഈ ആ കുട്ടിയുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അകത്ത് കയറി വാ, വാ ഇങ്ങോട്ട്. ശ്രീ, ഓ പോരാ അങ്ങോട്ട് എവിടെ പോണേ? പോരാ. അതെ, ഞാൻ ഒരു കാര്യം പറയാം. ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറില്ലേ, അയാൾ അത്ര ശരിയല്ല. അയാൾ അന്ന് നമ്മളുടെ ആദ്യം പറഞ്ഞത് എവിടെ മോഡിഫിക്കേഷൻ ചെയ്താലും ഒരു പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പം അവിടെ തൊടാൻ പറ്റൂല, ഇവിടെ തൊടാൻ പറ്റൂല. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം അയാൾ അങ്ങോട്ടുള്ള വരവ് നിർത്തണം. അയാൾക്ക് അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ? അയാൾ ഇവിടുത്തെ ഓണർ അല്ലേ? അയാൾ എന്തിനാ അങ്ങോട്ട് വരുന്നത്? അയാൾക്ക് പുരയിലിരുന്നൂടെ? എനിക്കാണെങ്കിൽ അയാൾ ഇഷ്ടമല്ല. നിങ്ങളിപ്പോൾ അയാളെ കല്യാണം കഴിക്കാനങ്ങ് പോകണ്ട. ചെറുമാര് ഒരു ചൊറിന വർത്തനം പറഞ്ഞിട്ടോ. കഴിഞ്ഞ മീറ്റിങ്ങിന് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മാസത്തിലൊരിക്കൽ എഗ്രിമെൻറ്റ് പുതുക്കണം. പക്ഷേ എഗ്രിമെൻറ്റ് പുതുക്കിയിരുന്നാലും വാടകയിൽ ചേഞ്ച് ഒന്നും വരുത്തണ്ടെന്നാണ് പറഞ്ഞത്. അടുത്ത 3 വർഷത്തേക്ക്. ഇപ്പോൾ വേറെ എന്തൊക്കെയാണ് പറയുന്നത്? മാമോയ്, അങ്ങനാണെങ്കിൽ മാമ സൂക്ഷിക്കണം. നിങ്ങൾ എഴുതി വെച്ചോളി മക്കളെ. കടയിൽ കച്ചവടം ഉണ്ടാകുമ്പോഴേ അയാൾ കച്ചറ ഉണ്ടാക്കാൻ തരും. കച്ചറ ഉണ്ടാക്കാൻ പറയട്ടെ, അപ്പം നമുക്ക് നോക്കാം. അവര് കച്ചറ ഉണ്ടാക്കിയില്ലെങ്കിലും നമ്മൾ കച്ചറ ഉണ്ടാക്കുമല്ലോ കൂട്ടുമാമ. അതിൽ പ്രതീക്ഷിക്കാം. എന്തോന്ന്? അടി ഫൈറ്റ്. അതിന്റെ പേരിലാണല്ലോ എല്ലാരും നമ്മളെ ശ്രദ്ധിക്കുന്നത്. മിണ്ടായിരി മക്കളെ. എല്ലായിടത്തും കൂടെ ഒരു കാര്യം പറയാം. അതൊരു സ്ഥാപനമാണ്, അത് നമ്മുടെ ജീവിതമാണ്. അതുകൊണ്ട് നയത്തിലും മയത്തിലും കൊണ്ടുപോകണം. പലരും നമ്മളെ പ്രോക്കാൻ വരും, പക്ഷെ നമ്മൾ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യണം. ദേഷ്യം വന്ന ആദ്യം ചാടി ഇറങ്ങുന്ന ആളായി പറയുന്നത്. പാറുവേ, അവളെ കുറ്റം പറയാൻ പറ്റൂല. കേശു ഉണ്ടായില്ല അങ്ങോട്ട്. എന്തായാലും ഇതാണ്ട ഇപ്പോഴേ തുടങ്ങി. ദേ ആൾക്കാര് നിക്കണ്, ഇല്ലെങ്കിൽ ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞേനെ. ഞങ്ങൾ നിൽക്കണ നോക്കണ്ട കേട്ടോ, നിങ്ങൾ തുടങ്ങിക്കോളി. குஞ்சிக்கா உன்னிக்கொண்டா நம்ம போகலாமா? ஹோட்டலில் போய் வேலை முடிச்சதுக்கு அப்புறம் தான் எனக்கு ரூமில் போய் வாஷ் பண்ணணும். நிறைய வேலை இருக்கு. ഓ, ഇനി പോയിട്ടും വേറെ ജോലി ഉണ്ടോ? ஆமாம். കനാൻഡി, റൂമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിടാ, സൂപ്പർ. സൂപ്പർ റൂമല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. നീ ആയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. പ്രശ്നമുണ്ടോ ചോദിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതിയെന്ന്. അച്ഛനോട് 2 ദിവസം വന്ന് നിന്നാ മതി, പ്രശ്നം ഉണ്ടായിക്കോളും. അതെന്തായാലും ഉണ്ടാവും. അതിപ്പോൾ ആര് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഇപ്പം ഉണ്ടാക്കുമല്ലോ. നിങ്ങളാദ്യം നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കും, അതല്ലേ വിളമ്പണത്. എന്നിട്ട് അതുപോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ. അത്രയും ബിരിയാണി ഭയങ്കര സംഭവം ഇവിടെ തള്ളിക്കൊണ്ട് കിടന്നു. ഒരു ദിവസം ഞാൻ അത് കഴിച്ചു, അതോടുകൂടി ആ പ്രതീക്ഷയും പോയി. ഇനി മറ്റതൊക്കെ ഉണ്ടാക്കി എന്തരാകുമെന്ന് ദൈവത്തിനറിയാം. കുട്ടിക്കുട്ടാ, ഈ സൂക്ഷിച്ച് സംസാരിച്ചോട്ടോ. ഇത് എറണാകുളമാണ്. ഇവിടെയുള്ള ആൾക്കാർ എല്ലാ ആഹാരവും കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ മറ്റേ മലപ്പുറത്തെയും കോഴിക്കോട്ടിൽ കണ്ട് തള്ളിയിട്ട് ഇവിടെ മോശം ആഹാരം ഉണ്ടാക്കുന്ന ആൾക്കാർ ചെപ്പക്കൊട്ടിട്ട് അടിച്ചിരുന്നു. അങ്ങനെ ഒരാളൊന്നും കുഞ്ഞാക്കാനെ തൊടാനായിട്ടില്ല കേട്ടാ. ആ ഭർത്താവ് നിർത്തിക്കളി. തീയിനോട് കളിക്കാൻ നിൽക്കണ്ട, പൊള്ളു. എപ്പോഴും അടുപ്പും തീയും തന്നെ. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കണ്ട. നിങ്ങൾ ഹോട്ടലിലോട്ട് പോകാൻ നോക്ക്. ஆமா ஆமா, கிளம்புங்க, நம்ம போலாம். எழுந்துருங்க. இதெல்லாம் வேணாம் அண்ணா, இதெல்லாம் வேணாம். வாங்க. ആടാ, ഓട്ടോ പിടിച്ച് കൊണ്ടു. ഇനി വഴിയിൽ വീരാൻകുട്ടിയെ കാണണം, മൊയ്തൻകുട്ടിയെ കാണാൻ വേണ്ടി വഴി ചാടി ഇറങ്ങി അവസാനം നടന്നു വരികയുള്ളൂ. അതൊക്കെ ഞാൻ ഇറങ്ങും. എന്റെ ചങ്ങായിമാരല്ലേ, എന്റെ ഒപ്പം പഠിക്കുന്നവരും എന്റെ കൂടെ വന്നവരോട് ഇവിടെ ഉള്ളത്. ചങ്ങാതിമാരെ കണ്ടിട്ട് നടന്നങ്ങ് വരികയുള്ളൂ. എറണാകുളത്തുണ്ടോ ആൾക്കാർ ഇവിടെ.
ചിന്നണ്ണ പോയിട്ട് വരാം. ആ ശരി, ഞാൻ നാളെ അങ്ങോട്ട് വരാം. ഞാനും വരും. ഞാൻ നാളെ ഒന്ന് വീട് വരെ പോകട്ടാ. അതെന്ത് പോയാൽ അതുവഴി പോവോ അതേ തിരിച്ചു വരൂ? അത് എൻ്റെ അപ്പത്തെ മൂട് മാതിരി ഉണ്ടാവും. என்ன பேச்சு பேசுறீங்களா? இவ்வளவு நேரம் அவங்க சொல்லிட்டு இதுதான் உங்களுக்கு புரிஞ்சுதா? ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല. ഇയാൾ ഓന്തിനെ പോലെയാണ്, അപ്പോഴെപ്പോഴും നിറം മാറും. പൊന്നിക്ക ഇത് നേരെ പോവാന്ന് എനിക്ക് തോന്നണില്ല. അല്ല ഓണ്ട് ഞാൻ എപ്പോഴും പറയാണ്, ഇവനെ ഒഴിവാക്കിയാൽ നമ്മളെ കച്ചവടം മുന്നോട്ട് പോകും. എന്റെ ഉണ്ണി ചേട്ടാ. അല്ല ഞാനൊരു കാര്യം ശ്രീകൂട്ട ചേട്ടാ പറയാം. നമ്മളെ കടയിൽ ബിരിയാണി വെക്കണ്ട. ഇയാൾ ഉണ്ടാക്കുന്ന ബിരിയാണി വെച്ചാൽ പണി തീർന്ന് ഹോട്ടലിൽ പൂട്ടും. നിങ്ങളൊന്ന് അടങ്ങ്. ഉണ്ണിക്കുട്ട ഇത് പ്രായമുള്ള മനുഷ്യല്ല, അയാൾ പറയണത് കേക്ക്. சின்னண்ணா அது குஞ்சிக்கா, ഇത് ഉണ്ണിക്കുട്ടൻ. ഓ കുഞ്ചി കുഞ്ചി. ശ്രീകൂട്ടൻ ചേട്ടാ നിങ്ങൾ നോക്കിക്കോ. ഇയാൾ 2-3 മാസം ഇവിടെ നിന്നിട്ട് ആൾക്കാരെ പൈസ വാങ്ങിച്ചിട്ട് ഇവിടെ മുങ്ങും. അവസാനം പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും, ആൾക്കാർ നിങ്ങളെ തിരക്കി വരും. ഇയാൾ ഉടായ്പാണ്. ഇയാളെ മുഖം കണ്ടറിയാം. എന്റെ പതിരികൾ പാപ്പ എന്ത് വർത്താനപ്പ പറയണത്? ഇയാളെ സത്യസന്ധനായി നടക്കാൻ ഇന്നെ പറ്റുള്ള നിർത്ത്. ഈ കാലം വരെ ഞാൻ ഒരാളെ പറ്റിച്ചിട്ടില്ല. അറിയാർക്ക് ഇതോ കുഞ്ഞക്കാ. അല്ലേന്ന് ഓ പറഞ്ഞു നോക്ക്. ഞാൻ അങ്ങനത്തെ ആളെ പൈസ പറ്റിച്ചിട്ട് മുങ്ങണ ആളേന് പറയല്ലേ കൂടുതൽ. ഇയാളെ നിങ്ങൾ സന്തോഷമായിട്ട് വന്നതല്ലേ, സന്തോഷത്തോടെ പോയി. അതിന് ആര് സന്തോഷത്തിൽ വന്ന്? ഇവ അവിടുന്ന് വന്നപ്പോ ആ സമയം തൊട്ടിട്ട് അലപ്പാണ്. ഞാൻ അപ്പോഴേ കനകൻ ചേച്ചിയുടെ പറഞ്ഞാണ് ഇയാളെ വിളിച്ചുകൊണ്ട് വരണ്ട, നമുക്ക് രണ്ടും കൂടെ വന്നാൽ മതിയെന്ന്. നിങ്ങളാണ് എങ്ങനെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നത്. എന്റെ കുഞ്ഞുമോൾ അങ്ങനെ പറഞ്ഞോ? ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഇപ്പൊ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടില്ലാന്ന്. പിന്നെ എന്തിനു രാവിലെ മുണ്ടുകൊടുത്തിട്ടുണ്ട് ഇറങ്ങിയത്? പുതിയ തോർത്ത് കൊടുത്ത് തോളിയിട്ട്. ഉണ്ണിക്കുട്ട നിർത്തടാ. ഇല്ല ഇയാളുടെ അടുത്ത് 2 വാക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇയാൾ ഒരു വലിയ ബിരിയാണി വെപ്പ് ഇറങ്ങി. ഇയാളെ മാമ ആരാന്ന് പറഞ്ഞത്? ഒരു ബിരിയാണിക്ക. ഇയാൾ ഇങ്ങനെ വെക്കണ ബിരിയാണി ഇയാളെ മാമേരെ ബിരിയാണി ഇതിനെ അങ്ങോട്ടും കൂടെ. ഞാന് കോഴിക്കോടിനും മലപ്പുറത്തിന്റെ ബോർഡർ കിടക്കുക ഇടിമുഴിക്ക കിടക്കുന്ന ആളാടാ. പിന്നെ മാമനെ പറ്റി എന്നെ പറഞ്ഞാടാ. മാമനെ പറ്റി എന്താ പറഞ്ഞത്? ഇങ്ങനെ മാമ വിളിച്ചോണ്ട് പോ. ഇയാളാ നിങ്ങൾ കുക്ക് ഉണ്ടാവൂല അവസാനം. ഒരു മാമ வாங்க, நீங்களும் வாங்க, போலாம். പറഞ്ഞ ഇയാളെ വിളിച്ചോണ്ട് വരുന്നത്. സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടി ഇരുന്നാണ് എന്നെ കൊണ്ട് ചുമ്മാ ഹോട്ടലിൽ തുടങ്ങി. സമയത്താണോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.